ഹലോ സർ, KL7 BT 1285 ഓഡി കാർ എയർപോർട്ടിലേക്ക് തിരിഞ്ഞു സാർ. ഓടി റെഡ് കളർ അല്ലേ? അതെ സാർ, റെഡ് കളർ ഓഡി കാർ. ആ ശരി. അതെ, വണ്ടി എയർപോർട്ടിലേക്ക് തിരിഞ്ഞു. ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. ഞാനിപ്പോൾ കമ്മീഷണറുടെ ഓഫീസിലൊരു മീറ്റിങ്ങിന് കയറി. യെസ്, വണ്ടി എയർപോർട്ടിലേക്ക് തിരിഞ്ഞു. ജെയിംസ് ബോണ്ട് പേരൊക്കെ കൊള്ളാം. ഒരു ഇന്റലിജൻസ് ഓഫീസർക്ക് പറ്റിയ പേര്. അതെ സർ. ഇന്നലെ 60 കിലോ കഞ്ചാവാണ് സിറ്റിയിൽ നമ്മുടെ മൂക്കിന് താഴ്ന്ന എക്സൈസുകാർ പിടിച്ചോണ്ട് പോയത്. ഈ ഇൻസിഡന്റ് പോലീസിനുണ്ടാക്കിയ ഡാമേജ് എത്രയാണെന്ന് തനിക്കറിയാമോ? ഞാൻ വന്നിട്ട് 4 മാസമായി. ഒരു വൈറ്റൽ ഇൻഫോർമേഷൻ താൻ ഏതെങ്കിലും കേസിൽ തന്നിട്ടുണ്ടോ? പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് സാർ. AC റൂമിൽ നിന്ന് കുളിർന്ന് കഴിയുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. റിസൾട്ട് ഉണ്ടാകും. പൂച്ചട്ടി കൊണ്ടുപോയെങ്കിലും പിടിക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോഴോർത്ത് അന്ന് മിസ്സായ ജിമ്മിയുടെ കാര്യം എന്തായി? അല്ല, ഞാൻ അന്വേഷിക്കാം സാർ. നാണം ഉണ്ടോടൂ. കാണാതായ ഒരു പട്ടിയെ പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ സിറ്റിയിൽ പലതരം ആൾമാറാട്ടങ്ങളും ക്രൈമും നടക്കുന്നുണ്ട്. കണ്ടുപിടിക്കണം. പിടിക്കും സാർ. എടോ, ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. കമ്പ്യൂട്ടറിൽ കണ്ടു സംഗീതം കമ്പ്യൂട്ടറിൽ There is no truth, there is no knowledge. The only source of truth is time. Nothing but truth will give you peace and happiness. Three things cannot be hidden: the sun, the moon, and the truth. ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ ഇവിടെ നിക്കല്ലോ, നേരെ ഇങ്ങ് പോന്നോളാം.
ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞാ പിന്നെ നിന്റെ പ്രസവം കഴിയണ ഫ്രീ ആണ് തന്നെ. കൊച്ചെന്തെങ്കിലും പറയണ്ട. കൊച്ചിന്റെ അമ്മക്കൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. അയ്യടാ. പിള്ളേരെന്താ നീ പറയണത്? അവർക്കിതൊക്കെ അറിയാം. എങ്ങനെ അറിയാം? സ്കൂളിൽ ഇപ്പൊ ഒരു പ്രത്യേക പാഠമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നാ പിള്ളേരുടെ അമ്മ പറഞ്ഞ. സ്കൂളിലാ ആ ഇതൊക്കെ പഠിപ്പിക്കൂ? ആന്ന് അല്ലേ മക്കളെ? അതെ അങ്കിളെ. When XY chromosomes mate, it is a male. And when XX chromosome mate, it is a female. യാ കറക്റ്റ്. വാടി നമുക്ക് പോവാം. എന്ന് വെച്ചാ എന്താ സംഭവം? ആദ്യം എനിക്കും മനസ്സിലായില്ലായിരുന്നു. പിള്ളേര് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. കുട്ടികളുണ്ടാവണ കാര്യം പറയണേ. ശരിക്കും ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നല്ല ചിന്തയോടെ ഇറങ്ങാൻ നോക്ക്. മേയറുടെ ദൃഷ്ടി പതിഞ്ഞാൽ തന്നെ ബലാത്സംഗത്തിന് തുല്യമായിട്ടാണ് നാം കാണേണ്ടത്. അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ മേയർ സ്വയമേ രാജിവെച്ച് ഒഴിയണമെന്നാണ് ഇക്കാര്യത്തിൽ. കണ്ണൂട്ടാ. അതെ, വേഗം വരാൻ നോക്കണേ. കൊക്കുടു. നിനക്കെന്നെ പിടിച്ചില്ല? അത് നിങ്ങൾ ഈ പന്ന പേരിട്ടത് ഇഷ്ടപ്പെടാൻ ചീത്ത വിളിച്ചായിരിക്കും. ജോളി ചേച്ചി, ജോസഫ് എന്നോട് വീട് തന്നെയാണ്. ജോസഫേട്ടാ, ഞാൻ കുളിച്ചിട്ട് വരാം. ബാക്കി വന്നിട്ട് ജോസഫേട്ടാ അവൻ്റെ താക്കോലെന്ത് പോയിട്ടാ. മോളുടെ കല്യാണം ഈ മാസം ഉണ്ടാവൂട്ടോ. എനിക്കറിയാലോ, ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം ശരിയാക്കാണ്. അതൊരു ട്രെയിൻ വിത്ത് ട്രാക്ക് ഇടുക. അത് സാർ നമസ്കാരം. സാർ നമസ്കാരം. ഡൽഹിയിലേക്ക് പോണ വഴിയായിരുന്നു സാർ. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കയറി. പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ സാർ? സമയങ്ങളിൽ ലൊക്കേഷൻ പെർമിഷൻ എല്ലാം കറക്റ്റായി നടന്നു. എല്ലാം ഓക്കെയാണ് സാർ, പെർഫെക്റ്റ്, ഒരു കുഴപ്പമില്ല. സത്യത്തിൽ സാറിനെ പോലുള്ള പ്രൊഡ്യൂസറാണ് മലയാള സിനിമക്ക് ആവശ്യം. സാർ, ഈ ആൽബം കഴിഞ്ഞിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ സംവിധാനം ചെയ്യാം. പ്രൊഡ്യൂസറുടെ പേര് എൻ്റെ വെക്കണ്ടാ. എൻ്റെ പ്രതിച്ഛായ നല്ലതല്ല. ഞാൻ വേറൊരു കക്ഷിയുടെ പേര് തരാം. സാർ, നമ്മുടെ നായിക എങ്ങനെ പ്രതിച്ഛായ മോശമാവാതിരിക്കും? ഈ നടത്തം തീരാതിരുന്നാ മതിയായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ നായിക? ലുക്കൊക്കെ ഓക്കെ അല്ലേ? വളരെ ശക്തമായ വേഷം. സമൂഹത്തിന്റെ വികലമായ ചിന്തകൾക്കെതിരെയുള്ള ശക്തമായ വെല്ലുവിളി തന്നെയാണ് ഈ വേഷം. വുമൺ എംപവർമെന്റ്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വണ്ടിയുടെ മിറർ ഇടിച്ച് തെറിപ്പിച്ചു വന്ന് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? How dare you hit my car and just run off like that? അമ്മായി ഭയങ്കര ഇംഗ്ലീഷാടാ. അമ്മായി ഇപ്പൊ ഈ കാണിച്ചോണ്ടിരിക്കുന്ന വെറും പട്ടി ഷോയാ, വെറും പട്ടി ഷോ. സിറ്റി ഡ്രൈവിൽ ഇറ്റ് ഹാപ്പൻസ്. പിന്നെ തട്ടിമുട്ടിനൊക്കെ ഇരിക്കും,
സ്ക്വയർ നാച്ചുറൽ സീൻ അല്ലേ? അതെ, ലേഡീസ് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. ലേഡീസ് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. ഇല്ലല്ല, ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. ശരി, ഇപ്പൊ ശരിയാക്കി തരാം. ഓ ആയിക്കോട്ടെ. നിന്നോട് സംസാരിക്കാൻ പാടില്ല. ഇല്ല, സംസാരിക്കണം. mirror കൊണ്ടുവന്ന് തട്ടി പൊട്ടിച്ചത് പോലെ ഇവിടെ വന്ന് dialogue അടിക്കുന്നു. You two piece of shits. This is not done. You come here, officer. ഈ രണ്ടാമത് എന്റെ വണ്ടി ഇടിച്ചതിൽ നിർത്താതെ പോയിരിക്കുന്നു. എന്നിട്ട് ചോദിക്കാൻ വന്നപ്പോഴേക്കും they disrespecting me. Rascals. ഹലോ, എങ്ങനെയുണ്ട്? ഉജ്ജ്വലം, ഗംഭീരം. ഉജ്ജ്വലം കാഴ്ചക്കാരന്റെ സിരകളിൽ ഉന്മാദത്തിന്റെ വിദ്യുത് തരംഗങ്ങൾ തീർക്കുന്ന മനോഹരമായ കലാസൃഷ്ടി തന്നെയായിരുന്നു. സോ ഫണി. പൊളിറ്റീഷ്യന്റെ ഒരു ഭാഷ, മനസ്സിലാവുന്ന ഭാഷ സംസാരിച്ചൂടെ? പെട്ടെന്ന് കാര്യം പിടിയിട്ടില്ലേ? 4 ലക്ഷം. 8 ലക്ഷം പറഞ്ഞല്ലോ. ബാക്കി തരാം, ഇത് കഴിഞ്ഞിട്ട്. കയ്യിലുണ്ട്. കയ്യിലുണ്ടോ? ഓക്കേ. കയ്യിലുണ്ടല്ലോ. നല്ല പേടിയുണ്ടല്ലോ. പേടിയല്ല, സൂക്ഷിക്കണ്ടേ? ഞാനൊരു MLA അല്ലേ, അതറിയാലോ. ഓ ശരി, മനസ്സിലായി. എനിക്കും നല്ല പേടിയുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെ കൂടെ ഒരു ലേഡിയെ കണക്ട് ചെയ്യാൻ കിട്ടിയ എല്ലാം കൂടി ഇറങ്ങും. ഐ നോ. നമുക്ക് പോയാലോ?